അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യമായി പ്രാർത്ഥിക്കുന്നത് റഹ്മാനായ റബ്ബ് പടച്ചോനെ, നമ്മളെ നാട്ടിൽ ആർക്കും മണ്ണിടിച്ചിലും പേമാരിയും ദുരന്തങ്ങളും പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടായി ആർക്കും ഒരു പ്രയാസവും വരാതെ നമ്മുടെ നാട്ടിലെ എല്ലാവരെയും പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഒരു 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കൊക്കെ അറിയാം, അന്ന് മഴ പെയ്യുമ്പോൾ, പഴയ കാലത്ത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ മഴ പെയ്യുമ്പോൾ ഓല വെച്ച വീടായിരുന്നു. അധികം വീട് ഓല വീടാണ്. ഓടിട്ട വീടെന്ന് പൈസക്കാരെ വീടാണ്, നല്ല പൈസക്കാരെ വീടാണ് ഓടിട്ട വീടുണ്ടാവുള്ളൂ. പക്ഷെ ആ ഓല വെച്ച വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് കളിച്ചിരുന്നൊരു കാലം. ദുരന്തങ്ങൾ, വലിയ നിക്കക്കളില്ലാത്ത മഴ 3, 4, 5 ദിവസങ്ങൾ മഴ പെയ്തിട്ട് പോലും ഒരു ദുരന്തം ഉണ്ടായിട്ടില്ല. അന്ന് ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല. അപ്പുറത്തുനിന്ന് നടന്നു ഇപ്പുറത്തുനിന്ന് നടന്നു അറിയൂല. എന്നാലും ഒരു മണ്ണിടിച്ചിലോ ഒരു ഒരു പ്രതിസന്ധികളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഭാരതപ്പുഴ ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ വീട്ടിനടുത്താണ് ഭാരതപ്പുഴ. ഞങ്ങളുടെ വീട്ടിനടുത്തൂടെ ഒഴുകുന്നത്. ആ ഭാരതപ്പുഴ അക്കരെ ഇക്കരയും മുട്ടിയിട്ട് അതിലൂടെ ഇങ്ങനെ കല്ലും മുള്ളും വിറകുകളും കഷ്ണങ്ങളൊക്കെ വരുന്നത് കാണാം. പക്ഷെ ഒരു ദുരന്ത പ്രശ്നങ്ങളുണ്ടായിട്ടില്ല. ഇപ്പോൾ കുറച്ചൊന്ന് ഒരൊറ്റ ദിവസം മഴ പെയ്യുമ്പോഴേക്ക് ദുരന്തങ്ങൾ വരുന്നു, മണ്ണിടിച്ചിൽ വരുന്നു. ജനങ്ങളെ പാർപ്പിക്കാൻ വേണ്ടി പ്രത്യേക സെല്ലുകൾ, സ്കൂളുകളൊക്കെ തയ്യാറാക്കുന്നു. എന്താണ് ഈ സംഭവിച്ചത്? എല്ലാവരും ആരോടും ഞാൻ പറയുന്നു, ഇന്ന് മുതൽ എല്ലാവരും കർമ്മരംഗത്തിറങ്ങണം, എല്ലാവരെയും രക്ഷപ്പെടുത്തണം. ഒരാൾക്കും ഒരു പ്രയാസം വരുത്താതെ നിലക്ക് രക്ഷപ്പെടുത്തണം. ഇവിടെ ജാതിയില്ല, മതമില്ല, വർഗീയത ഒന്നുമില്ല. ഇവിടെ വർഗീയത പറയുന്ന കുറച്ച് ആളുകൾ, അവർ ജീവിക്കാൻ വേണ്ടി വർഗീയത പറയുകയാണ്. അവർക്ക് ഉള്ളിൽ വർഗീയത ഉണ്ടായിട്ടൊന്നുമല്ല. അവർക്ക് ജീവിക്കണമെങ്കിൽ വർഗീയത പറഞ്ഞേ പറ്റൂ. എന്തെങ്കിലും വർഗീയത പറഞ്ഞുകൊണ്ടേയിരിക്കണം, മുസ്ലിങ്ങളെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ അത് ജീവിതത്തിൻ്റെ മാർഗ്ഗമാണ്. ഓരോരുത്തർക്കും ഓരോ തൊഴിലാണല്ലോ. ആ തൊഴിൽ മാർഗ്ഗം അവർ സ്വീകരിക്കും. അതിലിപ്പോൾ RSSും BJP ഒക്കെ ആ ഒരു ജീവിതത്തിലെ തൊഴിലതാണ്. അവർ ഹിന്ദുക്കളല്ല എന്ന് നമുക്കൊക്കെ അറിയാം. ഹിന്ദു സംരക്ഷകരുമല്ല. യഥാർത്ഥ ഹിന്ദുക്കൾ ഒരിക്കലും വർഗീയത പറയില്ല. യഥാർത്ഥ മുസ്ലിമും വർഗീയത പറയില്ല. വർഗീയത ഒന്നുമില്ലാതെ ഇവിടെ ആരുടെയും ക്യാമ്പുകളിൽ, ഓരോരുത്തർ താമസിക്കുന്ന ക്യാമ്പിൽ ഹിന്ദുവും മുസ്ലിമും ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ത് വർഗീയത? പ്രതിസന്ധി വരുമ്പോൾ എന്ത് വർഗീയത? അപ്പോഴും വർഗീയത പറയുന്ന ഒരു വിഭാഗം ഉണ്ടാവും. കാരണം അവർക്ക് ജീവിക്കണമെങ്കിൽ വർഗീയത പറഞ്ഞേ പറ്റൂ. ഇവിടെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി മനുഷ്യനാണ്. കേരളത്തിലെ ഓരോ ജനവും സന്തോഷത്തോടുകൂടെ ആവേശത്തോടുകൂടെ ഒരുമിച്ചിരുന്നു കൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ വരുന്ന പ്രതിസന്ധികളെ മാറ്റുക. ഇവിടെ ചില ആളുകൾ രാഷ്ട്രീയക്കാരെ പറയും, ഇത് രാഷ്ട്രീയത്തിൻ്റെ കേടൊന്നുമല്ല, അത് LDFൻ്റെ കേടോ അല്ലെങ്കിൽ UDFൻ്റെ കേടോ ഒന്നുമല്ല. മഴ പെയ്യും. മഴ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു നൽകുന്നതാണ്. അത് ആവശ്യത്തിന് നൽകും, ആവശ്യത്തിന് കൂടുതൽ നൽകും. മഴ കൂടുതലായാലും കേടാണ്, മഴ കുറഞ്ഞാലും കേടാണ്. അതൊക്കെ അതിൻ്റേതായ പ്രകൃതി അനുസരിച്ച് നടക്കും. അള്ളാഹു തആല സംവിധാനിക്കും. അതിന് രാഷ്ട്രീയക്കാരെ കുറ്റം പറയാം, ആ രാഷ്ട്രീയം ചെയ്തില്ല, ഈ രാഷ്ട്രീയം ചെയ്തില്ല, ഇങ്ങനെ പറയാൻ വേണ്ടി കുറേ ആൾക്കാർ അങ്ങനെ ഇരിക്കും. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ നാട്ടിൽ ഈ ദുരന്തം വരുന്നതിനെതിരെ എന്താണോ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അതൊക്കെ ചെയ്യാം. എന്താ കാരണം എന്ന് വെച്ചാൽ പാടങ്ങളൊക്കെ വീടുകളായി. പാടങ്ങൾ കംപ്ലീറ്റ് തൂർത്ത് വീടുകളായി. പാടങ്ങളിലൊക്കെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കണം. എന്നിട്ട് തവളകൾ ഇങ്ങനെ ശബ്ദിക്കണം. എന്തൊരു രസമായിരുന്നു അറിയാലോ, തവളകളുടെ ശബ്ദങ്ങൾ കേട്ടിട്ട്. പാടത്തു നിന്നൊക്കെ വെള്ളം അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. കാടുകളും പോയി, എല്ലാം പോയി. വെള്ളത്തിന് നിൽക്കാൻ സ്ഥലമില്ലാണ്ടായി. വെള്ളം കുത്തി ഒലിക്കാൻ തുടങ്ങി പലയിടത്തും. അപ്പോൾ കിട്ടുന്നിടത്തേക്കൊക്കെ വെള്ളം ഒഴുകാൻ തുടങ്ങി. മറ്റു തന്നെ തമ്പടിച്ച് നിന്നിരുന്നു. കടലുകളിലും അതുപോലെ തന്നെ പുഴകളിൽ നിന്നൊക്കെ മണ്ണെടുത്തും എല്ലാം കൂടിയായി. സത്യത്തിൽ വെള്ളത്തിന് താമസിക്കാൻ, നിൽക്കാൻ ഇടം കിട്ടാതെ വന്നപ്പോൾ അത് ജനങ്ങളുടെ അടുത്തേക്ക് വലിയ പ്രതിസന്ധിയോടെ വരാൻ തുടങ്ങി. അത് കുത്തി ഒലിക്കുമ്പോൾ മണ്ണിടിച്ചിൽ വരുന്നു, ഉരുൾപൊട്ടൽ വരുന്നു, പല പ്രതിസന്ധികൾ വരുന്നു. ഏതായാലും വലിയ വലിയ ദുരന്തങ്ങൾ നമ്മൾ കേട്ടു കഴിഞ്ഞ പ്രാവശ്യം.
അതിൻ്റെ മുമ്പും നമ്മൾ കേട്ടു ഒരുപാട് ദുരന്തങ്ങൾ, ഒരുപാട് ആളുകളെ പിന്നെ ബോട്ടിൽ കൊണ്ടുപോയതൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഇനിയും അതിങ്ങനെ ആവർത്തിച്ച് വരികയാണെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? എന്താണ് അതിനുള്ള പരിഹാര മാർഗം? അതിനെക്കുറിച്ച് ഇനിയും ചിന്തിച്ചൂടെ? വന്നതിന് ശേഷം ചിന്തിക്കണേക്കാൾ മുമ്പ് ഇനി വരാതിരിക്കാൻ എന്ത് മാർഗമുണ്ടെന്ന് നമ്മൾക്ക് നേരത്തെ തന്നെ ചിന്തിക്കാൻ നമ്മുടെ കേരളത്തിലെ ഭരണാധികാരികളൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇനിയും ഈ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. ദുരന്തങ്ങൾ വരുന്നത് സൂക്ഷിക്കേണ്ടതാണ്. നമ്മുടെ നാടുകളിൽ ഇതൊക്കെ വരുമ്പോൾ വല്ലാത്ത പേടിയാണ്, വല്ലാത്ത പ്രശ്നമാണ്. കുഞ്ഞു മക്കളടക്കം വിഷമിച്ചു പോകുന്നൊരവസ്ഥ വരുമ്പോൾ വല്ലാത്ത വിഷമം വരികയാണ്. എല്ലാ കൊല്ലം ഇങ്ങനെ വരും എന്നൊരു മുന്നറിയിപ്പോടുകൂടെ നേരത്തെ തന്നെ അതിനുള്ള പരിഹാരമാർഗം കാണാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രമിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതോടൊപ്പം തന്നെ ആർക്കും ഒരു ദുരന്തമില്ലാതെ ഒരു പ്രയാസം വരാതെ നല്ല നിലയിൽ ഈ വർഷം അവസാനിപ്പിക്കണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, കേരളത്തിലില്ലാതെ മറ്റു പ്രദേശത്ത് ഇല്ലാത്തടത്ത് കൊടുത്തിട്ട് ഉള്ളിടത്തുനിന്ന് അത് ദുരന്തങ്ങൾ ഒഴിവാക്കി തരണേ. ഇല്ലാത്തയിടത്ത് മഴ പെയ്യുകയും ഉള്ളിടത്ത് മഴ നിർത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അള്ളാഹു നമുക്കൊക്കെ സന്തോഷത്തോടുകൂടെ സമാധാനത്തോടെ വർഗീയതയില്ലാതെ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനും മനുഷ്യനായി ജീവിക്കുന്ന എല്ലാവർക്കും സന്തോഷം നൽകുമാറാകട്ടെ. വർഗീയത അതങ്ങനെ പറയുന്നവർ പറയട്ടെ, പട്ടികൾ കുരക്കട്ടെ, സ്വാർത്ഥവാഹക സംഘം മുന്നോട്ടെന്ന് പറഞ്ഞതുപോലെ അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ തൊഴിലാണത്. പാവങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ് വർഗീയത പറയുന്നത് എന്ന് മനസ്സിലാക്കി അവരെയും വെറുക്കാതെ അവർക്കും വേണ്ട എല്ലാം ചെയ്തു കൊടുത്ത് നമുക്കിങ്ങനെ മുന്നോട്ട് പോകണം. നമ്മുടെ കേരളം സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.